ഹലോ ഫ്രണ്ട്സ്, ദച്ചൂസ് ലിറ്റിൽ വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ബസ്സിനാണ്. ബസ്സിനൊക്കെ വരുന്ന വീഡിയോയും എൻ്റെ വീടും ചേച്ചീൻ്റെ വീടെല്ലാം കാണിക്കാനുള്ളവരുടെ ആദ്യം ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. ഞാനും ദച്ചൂട്ടനും കൂടി പയ്യാവൂർ ബസ് സ്റ്റാൻഡിലാണുള്ളത്. അപ്പോൾ ബസ് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 7:15 ആയതുകൊണ്ട് അപ്പോൾ നല്ലൊരുവിധം തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബസ് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് രണ്ട് പട്ടികൾ തമ്മിൽ കളിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്. ആ ബസ് വരുന്നുണ്ട്. ഇത് കണ്ടകശ്ശേരി പള്ളിയാണ്. ഇനി കണ്ടകശ്ശേരിയിൽ നിന്ന് നമ്മൾ തിരൂർ വഴിയിലേക്ക് തിരിയും. അങ്ങോട്ടാണ് പോകേണ്ടത്. കാട്ടിക്കൂടെയൊക്കെ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ തേർമലയിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. ദച്ചു എന്നെ പറ്റിച്ചു, അവൻ ഉറങ്ങിപ്പോയി. ഇപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് കുറച്ചിത് ജോൺസിൻ്റെ വീട്ടിലേക്കുള്ള ഫസ്റ്റത്തെ റോഡാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ അവളുടെ വീടെത്തി. പിന്നെ റോട്ടിൽ കൂടെ കുറേ നടക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഫസ്റ്റത്തെ വഴി കൂടെ കയറിയതാണ്. ദച്ചു ഒരു ഹായ് പറഞ്ഞു അല്ലേ? ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടാണ്. നമ്മൾ വലിയ ശരിക്കും അപ്പുറത്തെ വഴി വന്നാൽ മതിയായിരുന്നു. ദച്ചു അപ്പുറത്തെ വഴി പോയാൽ മതിയായിരുന്നു. നീ ഇച്ചിരി സ്പീഡിൽ നടന്നേ. ഒരു സൂത്രം കാണിച്ചു തരണോ? ഒരു സൂത്രം കാണിച്ചു തരണോ? മാജിക്ക്. ഇവരെല്ലാം ഉറങ്ങുന്നതാണോ? ഉറങ്ങുന്നതാണോ? എല്ലാവരും ഉറങ്ങി. എങ്ങനെയുണ്ട് എന്നാ നീ പറഞ്ഞ? അതെന്താ സാധനം? അതിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യൂ. എന്നാ സാധനം ഒന്നും അറിയില്ലടാ. അങ്ങനെ ജോൺസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ആരെയും കാണുന്നില്ല. അകത്ത് കയറാം. ജോൺസി അടുക്കളയിൽ വമ്പൻ പണിയാണ്. രാവിലത്തേക്കുള്ള ചായ ഉണ്ടാക്കലാണ്. ഉപ്പുമാവും കാണുന്നുണ്ട്, കറിയും കാണുന്നുണ്ട്. ഇതാണ് ജോൺസി, എപ്പോഴും അടുക്കളയിലപ്പം. ഇത് മുട്ട റോസ്റ്റ് പോലത്തെ ഒരു ഗ്രേവി ഉണ്ടാക്കി അതിലേക്ക് അവളെന്തോ മാറ്റി വെച്ചു. ഓ, എന്നെക്കൂട്ട് പണിയുണ്ട് മിക്സിയിൽ അടിക്കൽ. ഞാനും ചെയ്യും. ഇനിയിപ്പോൾ ഒന്ന് കുടയുവോ എന്നെങ്ങാനോ? കാണുന്ന പോലില്ല, എല്ലാമേ കുടയും. ഇതാണ് ഗായ്സ് വലിയ കടല, വെള്ളക്കടല. എടി ഇതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കാം. തേങ്ങയും കടലയും കൂടെ മിക്സാക്കി അരച്ചു ഞാൻ ഗായ്സ്. ഇതിൻ്റെ അകത്ത് ചേർത്ത് ഇതിപ്പോൾ വൈകുന്നേരം വരെയുള്ള കറിയായി. ജോൺസിക്ക് രക്ഷപ്പെട്ടേ, കുറേ കറിയായി. ഇനി വൈകുന്നേരം വരെ കറി വെക്കണ്ട. ഇതാണ് പുട്ട്. ഇത് എനിക്ക് ഞാൻ വരുന്നു പ്രതീക്ഷിച്ച് ഇപ്പോൾ പുതിയതായിട്ട് വെച്ച പുട്ട്. ഇതാണ് ഇവളുടെ ഭക്ഷണ സാധനം. കടല, പരിപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി. അവിടെയും കണ്ടോ ഗൈസ്, ഇപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പായി ഗൈസ്. കാണിച്ച് ഒന്നെടുത്ത് ഒഴിച്ച് കാണിക്കും കൊഴുപ്പുണ്ടോയെന്ന്. കൊഴുപ്പ്. ഇതാണ് ഗൈസ്
ഇച്ചുവിൻ്റെ വണ്ടി. ഇച്ചുവിന് ഓടിക്കാൻ അറിയാം. ഉള്ള ഫ്രിഡ്ജിൽ എന്നാ നോക്കാം. നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും ഫ്രിഡ്ജ് നോക്കണം. പാഷൻ ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും എതിരെ ചെയ്യുന്നേ? ഇതെന്തിനാ ശരിക്കും ചെയ്യുന്നേ? പറ. പാലെടുക്കണ്ടല്ലോ. എന്നിട്ടോ ഇത് വേഗം കട്ടയാവും. എന്നിട്ട് ഒട്ടുപാല് വിറ്റാൽ മതി. എന്തായാലും വിറ്റാ പോരെ? എന്നിട്ടോ സത്യം ഇത് ശരിക്കും പുതിയ ഒരു വിദ്യ. പിന്നെ പണ്ടത്തെ ആൾക്കാർ പണ്ടേ ചെയ്യുന്ന ശരിക്കും ഷീറ്റ് പാലെടുക്കണം, മുറയൊഴിക്കണം, ഷീറ്റ് കട്ടയായിട്ട് അടിക്കാൻ ഇതാ നല്ലത്. അങ്ങനെ ആ യാത്രയിൽ ഈശോപ്പനെയും കാണാൻ പറ്റി. ഇത് പനിക്കൂർക്കല, മണി പ്ലാന്റ്. തീരുന്നു. അവിടെ വേറെന്തോ ചെടി. പിന്നെ ഗൈസ് വേറെന്തോ ചെടി. പിന്നെ വേറെ അവിടെ ഇവിടെ എനിക്ക് ഇതിൻ്റെ ദിശ തിരിയുന്നില്ല സത്യം പറയാം. ഉണങ്ങിയ ചെടി. കൃഷി കണ്ടോ ഗൈസ്? ഇതാണ് ഇവിടെ എത്തി. അവിടെ എനിക്ക് കോവലിൻ്റെ തൈ തരും. പക്ഷെ വേണ്ട, കോവലൊക്കെ നട്ടപ്പണി കിട്ടും. ഇതാണ് ജോൺസീൻ്റെ ചെടിത്തോട്ടം. ഇങ്ങനെ പോയാൽ കുറേ ഉണ്ട് അങ്ങോട്ടേക്ക്. പിന്നെ നമ്മളിതാ ഇവിടെ ഇതാ ബോൾസ്, പണ്ടത്തെ ബോൾസ്. ഇത് പല പല കളറുകളാണ്, എല്ലാം ഒരേ കളറുള്ള. വെള്ളയുണ്ട്, റോസുണ്ട്, ചുമപ്പുണ്ട്. ഹലോ ഗായ്സ്, സ്പൈഡർമാൻ. എടാ എൻ്റെ ദേഹത്ത് നോക്കിയേക്കില്ലേ, ഞാൻ മിണ്ടല്ലോ. പിന്നെ എടാ തെച്ചാ. ജോൺസിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള യഥാർത്ഥ വഴി. നേരത്തെ ആ വഴി പോയതാണ്. ഇതാണ് നല്ല വഴി. പണ്ടൊക്കെ ഈ ചെടി എത്രയുണ്ടായിരുന്നു ചാത്തൻ വീട്ടിലല്ലേ? അല്ലേ? കൂടെ ആളുണ്ട്, മിണ്ടാത്തതുണ്ട്. ഇതൊന്നും കണ്ടു കിട്ടാനേ ഇല്ല. ഒന്ന് വരുമോ? ഇത് അവരുടെയാന്നിപ്പം മനസ്സിലായി. ഇച്ചുവിനെയും തെച്ചുവിനെയും വീട്ടിലിരുത്തി ഞാൻ ജോൺസിയും കൂടെ ഉടുക്കലി പോവാണ്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പാർട്സ് വാങ്ങിക്കൊണ്ടുവന്നാൽ അമ്മ കപ്പയും പാർട്സും കൂടെ മിക്സ് ചെയ്ത് എല്ലും കപ്പയും പോലെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോൺസിയും കൂടെ പോവുകയാണ് ഉടുക്കലിലേക്ക്. ഇവിടെ വന്നിട്ടാണ് പച്ചക്കറി അങ്ങോട്ട് മേടിക്കും. ഇതാണ് നമ്മുടെ തേറുമല നാട്. എന്താന്ന് വെച്ചാൽ വേറെ ഒന്നും എൻ്റെ പൊന്നു. ചിക്കൻ കടയിലൊക്കെ ഭയങ്കര ഉടുമ്പുമാണ്. ഇതെന്തോ ഒരു ഹോൾസെയിൽ കടയാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ ഇങ്ങനെ കണ്ടു. അപ്പോൾ അതിൽ ഞാൻ സഹിച്ചിറങ്ങിയതാണ്. അവള് കൈയാക്കിന് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അവളെ വഴക്ക് പറയുന്നതാണ് കാണുന്നത്. ഇതാണ് ഞാൻ 1 മുതൽ 7 വരെ പഠിച്ച കരിക്കുലർ സ്കൂള്. പക്ഷേ ജോൺസിക്ക് സിമ്പിളാണ്. എടാ കറക്റ്റ്
ഞാനും ജോൺസിയും കൂടെ കടയിലെത്തി. അപ്പോൾ ദച്ചു ഇച്ചും കൂടെ ഇവിടെ തകർത്തു വരികയാണ്. ഇനി ഇവിടുന്ന് ഇതുങ്ങളെയും കൂട്ടി ഞാനിപ്പോൾ അമ്മേൻ്റെ അടുത്ത് പോവും. ഒന്ന് അങ്ങോട്ട് നിൽക്കുവോ? ഞാൻ എന്ത് ചെയ്യും? അവിടെ എന്നിട്ട് നമ്മൾ കപ്പ പറിക്കാൻ വന്നിട്ടാണുള്ളത്. ഇതാണ് കപ്പപ്പാടം. അതാ ദച്ചു ഇപ്പം പറന്നു പോവും. ഇച്ചു പറന്നു പോവും ദച്ചുവിനെക്കാട്ടും. എന്നമ്മേ അതെന്നാ അങ്ങനെ കുഴി? ഒരു മാളം. ദച്ചുവും പറഞ്ഞു വേണമെങ്കിൽ. കപ്പ തിന്നണ്ടേ? എനിക്ക് കപ്പ അത് അടുത്ത് എന്തോ പറ്റിയിരിക്കുകയാണ്. അടുത്ത കപ്പയും പന്നി തിന്നു. ഒന്ന് അങ്ങോട്ട് നടക്കുവോ? ഈ കയ്യിൽ വിടറാ. അതാ മണ്ണെല്ലാം തുറക്കുന്നു. ഒരു കപ്പ കിട്ടി പന്നി തിന്നാണ്ട്. എന്നാമേ അമ്മ പറ. ഹലോ ഗൈസ്, അമ്മച്ചി കപ്പ വയ്ക്കാന്ന് പറ. അമ്മച്ചി കപ്പ വരയ്ക്കുവാണ്. നമുക്ക് കറി വെച്ചത് കപ്പ തിന്നപ്പോഴാണ് രണ്ടെണ്ണം വെയിലത്ത്. അപ്പൊ നമ്മുടെ കയ്യില് രണ്ട് കാണും. അതൊരു കപ്പ. അതാ അതിനകത്തൊരു കപ്പ. അത് വേണ്ടേ? എലിയാണോ പന്നിയാണോ കുടിക്കുന്നേ? അതെടുത്ത് പാത്രത്തിലിട റൈസ്. അത് വേണ്ടേ മേ? നമ്മൾ തണലെല്ലാം നശിപ്പിക്കുന്നു. തണലെല്ലാം നശിപ്പിച്ചു അമ്മച്ചി. അതാ നീ പോന്നേ? ഈ കപ്പ കൊതിയൻ്റെ അടുത്ത് അമ്മ താ 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 താ. മാങ്ങ തിന്നു എന്നിട്ട് നീ. അല്ല ഇത് കപ്പയ്ക്കാണ് ഇംഗ്ലീഷ് പറയുന്നേ? എലിഫന്റ് ഫുഡ്. ഫുഡ് ഫുഡ് FOOT. അയ്യോ അതിന്റെ ബാക്കി എന്തിയമ്മേ? എടുത്തില്ല എടുത്തില്ല. പച്ചയാ? അതാ. പാത്രത്തിൽ തന്നെ വീണേ. ഞാൻ തൂമ്പ എടുത്തിട്ട് വരാം ഗൈസ്. തൂമ്പ എവിടെയാ? എവിടെയാ തൂമ്പ വെച്ചേക്കുന്നേ? എവിടെ? കന്നലി കുമ്പ്. പൊങ്ങുള്ള തേങ്ങ ആയിരിക്കും അതൊക്കെ. എനിക്ക് വേണടാ തേൻ. അമ്മേ എൻ്റെ എനിക്ക് വേണം. എത്തൂല, ഞാൻ പറിച്ചു തരാം. ഇതാണ് തേൻ. തേൻ 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 അടുത്തേടിയാണ് തേൻ. ഒന്ന് വേഗം ഒന്ന് നോക്കുവോ?
ഉണ്ട് സൂപ്പറാ. തേൻ 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 അത് എടുത്ത് കളയണേ. എടുത്ത് കളാ. കുറച്ചും കൊടുക്കാം. നല്ല മധുരം. എടാ ഇവന് ഒരെണ്ണം പറിച്ചു കൊടുക്കടാ. അവിടെ വെക്ക, ഞാൻ പറിച്ചോണ്ട് തരാം. 4 അവനൊന്ന് വൃത്തിയാക്കി കൊടുക്ക് നീ. അത് ആദ്യം ഒന്ന് കുടിച്ചു നോക്ക്. ഇവിടെ കുപ്പി ഗ്ലാസ് ഉണ്ടേ. ആ അതെ അതിനാ എന്നാ ഇന്നാ എന്താ വലുതാമേ. കപ്പ എടുക്കാൻ പോവാണ്. ഇതാണ് കപ്പ. മുറ്റക്കൈ കൊണ്ട് കൊണ്ടുപോകും. മത്സരിച്ചുള്ള തേനുകൂടി. ഒന്ന് ഇറങ്ങി വരുവോ? നമ്മള് പോവാ. തീർന്ന കള പറ. തേനിന് മധുരം ഉണ്ടായിരുന്നോ? നല്ല മധുരം ഉണ്ടോ? നിനക്ക് നന്നായിട്ട് പറയാൻ അറിയത്തില്ല. നീ അഭിനയിക്കുന്നേ. വാ ഇറങ്ങ. ഇപ്പൊ എടുക്കും ഞാൻ വീടില്. ഓ അവൻ ഒറ്റയ്ക്ക് ഇറങ്ങാനറിയാം. എച്ച് അറിയണെങ്കിൽ എച്ച് ഇങ്ങോട്ട് വാ. എച്ച് നിന്നെ എച്ചിനെ എടുക്കുള്ളൂ. നിങ്ങൾ ഇച്ചുവിന് കപ്പ ഇഷ്ടമാണോ? ദച്ചുന് കപ്പ ഇഷ്ടമാണോ? അമ്മച്ചിക്ക് കപ്പ ഇഷ്ടമാണോ? അമ്മച്ചിക്ക് കപ്പ ഇഷ്ടമാണോ? അവൻ കലങ്ങ തോലുകളാ. കപ്പേന്റെ കളറെന്നാ? തോലീന്റെ കളറെന്നാ? എനിക്ക് പൊച്ചാൻ അറിയില്ല. ദച്ചുതാ വാശിയേറിയ പോരാട്ടമായി കപ്പ പൊളിച്ചിരിക്കുകയാണ്. ഇച്ചു അതാ വാശിയേറിയ കപ്പ പൊളിക്കുകയാണ്. രണ്ടുപേരും കൂടെ ഒരാൾ പൊളിച്ചു കൊണ്ട് വെച്ചു. അടുത്ത ആളുടെ പകുതിക്ക് വെച്ചത് തീർന്നു പോയി. അത് പൊളിക്കുന്ന മണ്ണൊക്കെ ആവും. പിന്നെയോ പൊളിക്കാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവെക്കണ്ടേ. പൊളിച്ച് അവിടെ ഇട്ടിട്ട് കൊണ്ടുവച്ചാൽ മതി. കരിഞ്ഞോ തോന്നുന്നു. പോയി നോക്കാം. ഇവിടെ ആണെങ്കിൽ ഇരുട്ടും എല്ലാം ആണെങ്കിൽ ഇതാണ്. ഇച്ചിരി കൂടെ ആവട്ടെ.
അടച്ചു. ഓടി വന്ന് തീ ഓഫ് പറഞ്ഞേ. അമ്മ ഒരു സാധനം തോന്നുന്നു. താഴെ ആവി പറക്കുന്നു. മൊത്തം ആവി പറന്നു. ഫോൺ മൊത്തം കോട പിടിച്ചു പോയി. എന്നാടാ ഒരു പോസ്റ്റ് ഇടയ്ക്ക് കൊടുത്തോളൂ. സംസാരിക്കൂ. എല്ലാവർക്കും ഉണ്ടട്ടെ. ഓ അയ്യോ പൊള്ള. അങ്ങനെ തേർമലയ്ക്ക് വന്നിട്ട് വൈകുന്നേരമായി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പോകും വീട്ടിലേക്ക്. അച്ചാച്ചനും വൈകുന്നേരം ആയപ്പോഴത്തേക്കും പണിയും കഴിഞ്ഞ് വന്നു. ഇതെന്നാ ചെടിയാമ്മ? വയനാടോ? അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയാ? അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയാ? അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഓക്കെ ബായ്. എനിക്കും തരുമോ?